إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم بتقوى الله. അല്പം ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട്. നമ്മുടെ ചുറ്റുപാടുകളിലും കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ മനസ്സിനെ ഉലക്കുന്നതാണ്. പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ്. പരീക്ഷണത്തിൽ ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത് സബ്റാണ്, ക്ഷമയാണ്. കാണുന്നവർക്ക് ക്ഷമിക്കാൻ പറയാൻ വളരെ എളുപ്പമാണ്. അനുഭവിക്കുന്നവർക്ക് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ക്ഷമ എന്നുള്ളത്, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാണ്, അതാ ആണ്, ദാനമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ആരാണോ ഇഫത്ത്, ചാരിതാർത്ഥ്യം, പാതിവൃത്യം അന്വേഷിക്കുന്നത്, തേടുന്നത്, അവൻ അല്ലാഹു അത് നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. ആരാണോ ധന്യത, മറ്റുള്ളവരോട് കൈനീട്ടാത്ത അവസ്ഥ, അതിനല്ലാഹുവിനോട് തേടുകയും സത്യസന്ധമായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്, അല്ലാഹു അവന് ഗിന, ഐശ്വര്യം നൽകും. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ആരാണോ ക്ഷമ തേടുന്നത്, അവൻ അല്ലാഹു ക്ഷമ നൽകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ഒരാൾക്കും ഇത്രയും വിശാലമായ, ഇത്രയും ഉത്തമമായ ഒരു ദാനം, ക്ഷമയെപ്പോലെ വിശാലവും ഉത്തമവുമായ ഒരു ഗിഫ്റ്റ് അള്ളാഹു വേറെ നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അതിമഹത്തായ ദാനമാണ് നഷ്ടങ്ങളിൽ ക്ഷമിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. പരീക്ഷണങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് കണക്കാക്കാത്തതാണ്, ബിഗൈരി ഹിസാബ്, അളവറ്റതാണ്. നഷ്ടങ്ങൾ പലതായിരിക്കാം. അള്ളാഹുവിന്റെ പരീക്ഷണം പല തലങ്ങളിൽ വരാം. അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആരാണ് സത്യസന്ധരെന്നും കള്ളന്മാരെന്നും, ആരാണ് വിശ്വാസികളെന്നും അല്ലാത്തവരെന്നും വേർതിരിക്കുന്ന വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ളത്. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭീതി കൊണ്ട്, ഭയം കൊണ്ട്, ഭയത്തിൽ നിന്ന് അല്പം
വൽജൂഅ് വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാൽ വൽഅൻഫുസ് വസ്സമറാത്ത് സമ്പത്തിലും ശരീരങ്ങളിലും ഫലങ്ങളിലുമുള്ള കുറവുകൾ കൊണ്ട് വേണ്ടപ്പെട്ടവരുടെ മരണം, കൃഷികളിലും കച്ചവടങ്ങളിലുമുള്ള നഷ്ടവും നാശവും, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പരീക്ഷണങ്ങൾ ഏത് നിലക്കുള്ളതായിരുന്നാലും ഫബശ്ശിരിസ് സാബിരീൻ, സ്വബർ കൈക്കൊള്ളുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ആരാണവർ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഈ ഗണങ്ങളിൽപ്പെട്ട ഏത് മുസീബത്താകട്ടെ, ഏതെങ്കിലും നിലക്കുള്ള ഒരു ആപത്ത്, ദുഃഖമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന്, മനസ്സ് വിഷമിപ്പിക്കുന്ന എന്താകട്ടെ, അതിനാണ് മുസീബ എന്ന് പറയുക. ഏത് മുസീബത്ത് ബാധിച്ചാലും അധികം വർത്തമാനം ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് പറയാനില്ല. ഒറ്റൊന്നേ പറയാനുള്ളൂ, ഖാലു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ മുൽക്കിലാണ്, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലും അവന്റെ ആധിപത്യത്തിലുമാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ കൊണ്ടുവന്നതോ നേടിയെടുത്തതോ നമുക്ക് ലഭിച്ചതോ ഒന്നും നമ്മുടേതല്ല, അള്ളാഹു നൽകിയതാണ്. നമ്മൾ എല്ലാവരും ഇതെല്ലാം വിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരുമാണ്. ഇതാണ് ഇസ്തിർജാഇന്റെ വാക്ക്. ഇസ്തിർജാഇന്റെ വചനം പറയുന്ന ആളുകൾക്കുള്ള പ്രതിഫലം വളരെ വലുതാണ്, വിവരണാതീതമാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, റബ്ബിന്റെ അടുക്കൽ നിന്ന് സ്വലവാത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം. മലഉൽ അലയിൽ മുഖറബുകളായ മലക്കുകളുടെ അടുക്കൽ അവനെക്കുറിച്ച് അള്ളാഹു നല്ലത് പറയും, സനാ ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സ്വലാത്ത്, വറഹ്മ, അവനിൽ നിന്നുള്ള കാരുണ്യം അവർക്കാണ്. കാരുണ്യത്തിന് അവരാണ് പാത്രമാകുന്നത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു നേർവഴി പ്രാപിച്ചവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തോതുമ്പോൾ പറയാറുള്ളത്, നിഅമൽ അദ്ലാൻ വനിഅമത്തുൽ ഇലാവ, എത്ര നല്ല രണ്ട് ഭാരങ്ങളാണവ, ഭാണ്ഡങ്ങളാണവ. ഒട്ടകത്തിന് പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ യാത്രാ സാമഗ്രികൾ കെട്ടിവെക്കും. എങ്ങനെയാ കെട്ടിവെക്കുക? രണ്ട് സഞ്ചികളിലായി, രണ്ട് ഭാണ്ഡങ്ങളിലായി തൂക്കിയിടുകയാണ് ചെയ്യുക. ആ രണ്ട് ഭാണ്ഡങ്ങൾക്കാണ് അദ്ലാൻ അല്ലെങ്കിൽ അദ്ലാൻ എന്നവർ പറയുക. ആ രണ്ട് ഭാണ്ഡങ്ങൾ, ആ രണ്ട് വിലപ്പെട്ട നിധികൾ, അതാണ് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വനിഅമത്തുൽ ഇലാവ. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ്. സാധാരണ രണ്ട് കെട്ടുകൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നടുക്കൊരു വടി പിടിക്കും, അത് തൂക്കിയിടുന്ന, അതാണ് ഇദിൽ എന്ന് പറയുക. ആ ഇദില് എത്ര മഹത്തരമാണ്. അതുപോലെ തന്നെ അതിന്മേൽ തൂക്കിയിടുന്ന ആ ലഭിച്ചിരിക്കുന്ന ആ ഭാണ്ഡവും അതിനുള്ളിലുള്ളതും എത്ര മഹത്തരമാണ്. അതിനെ ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിച്ചത്, വഹിയ മാ തൂദഉ ബൈനൽ അദ്ലൈൻ വഹിയ സിയാദത്തുൻ ഫിൽ ഹംല്, ലഭിച്ചിരിക്കുന്ന ഭാരം, ആ ഭാരത്തിൽ കുറച്ചുകൂടി കൂടുതലാണ്, സിയാദത്താണ് ഇദില്. വകദാലിക ഹഉലാ, അപ്രകാരമാണ് ക്ഷമിക്കുന്നവർക്കല്ല കൊടുക്കുന്ന പ്രതിഫലം. ഉഅതു സവാബഹും വസീദു അയ്ദാ, അവർക്കുള്ള പ്രതിഫലം നൽകപ്പെട്ടു, അതിൽ ഉപരി സിയാദത്തും, അതിനുള്ള ബോണസും അല്ലാഹു നൽകുന്നു. ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്നുള്ളതിന് സലഫുകൾ വിശദീകരിച്ചിട്ടുള്ളത് മുഹ്തദൂന ഇൽ ഇസ്തിർജാ, വ്യാഖ്യാനങ്ങളിൽ ഒന്നതാണ്. ഇസ്തിർജാ ചെയ്യാനുള്ള ഹിദായത്ത് ലഭിച്ചവർ. ഒരു പരീക്ഷണം വരുന്ന ആദ്യത്തെ ഇടിയിലാണ്, ആദ്യത്തെ മുഴക്കത്തിലാണ് സബ്ർ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനടുക്കൽ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ഉപദേശിച്ചില്ലേ?
ഉപദേശിച്ച് റസൂലുള്ള കടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാത്ത ആ സ്ത്രീ, എനിക്ക് വന്നത് എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, എന്റെ വേദന നിങ്ങൾക്കറിയില്ലല്ലോ എന്നാണ് പ്രതികരിച്ചത് സ്വബറിന് വേണ്ടി പറഞ്ഞപ്പോ. എന്നാൽ റസൂലുള്ളയാണ് തന്നെ ഉപദേശിച്ച ആളെന്ന് തിരിച്ചറിഞ്ഞപ്പോ റസൂലുള്ളാന്റെ അടുക്കലേക്ക് അവർ ചെന്നു. എനിക്ക് ആളെ മനസ്സിലായില്ല. ആളെ മനസ്സിലാകാത്തതല്ല പ്രശ്നം, റസൂലുള്ള പറഞ്ഞത് മനസ്സിലാകാത്തതാണ്. റസൂലുള്ള പറഞ്ഞു, ഇന്നമ സ്വബറു ഇൻദ സ്വദ്മത്തിൽ ഊലാ. സ്വബറാകുന്നത് എപ്പോഴാണ്? നമ്മൾ സാധാരണ പറയുക, ഇനി എന്ത് ചെയ്യാനാ, ക്ഷമിക്കല്ലാതെ എന്നാ. ഒന്നും ചെയ്യാനില്ലാത്തപ്പോ ഇനി കൈവിട്ടു, അവനവനെ ഒന്നുമില്ല എന്ന് കാണുമ്പോ ക്ഷമിക്കല്ലാതെ. ക്ഷമ എന്നുള്ളത് ഒരു തരം അശക്തിയായി കഴിവുകേടായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്ഷമ കഴിവുകേടല്ല. ഇൻദ സ്വദ്മത്തിൽ ഊല, ആദ്യത്തെ ആഘാതത്തിൽ തന്നെ, ആഘാതം മുന്നിലേക്ക് വരുന്ന, ഹൃദയത്തിലേക്ക് ഇടിക്കുന്ന ഒരു ഇടിയുണ്ട്. നമ്മുടെ ശരീരത്തെയോ നമ്മുടെ സമ്പത്തിനെയോ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ മുട്ടുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിന് ആ ആഘാതം വന്നിടിക്കുന്ന ആദ്യത്തെ സ്വതുമത്ത്, അവിടെ അള്ളാഹുവിനെ ഓർക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്നതിനാണ് സ്വബർ എന്ന് പറയുക. അവിടെ വരും. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ് അഖീദയാണ്, വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലുമുള്ള ഈമാനിന്റെ രേഖപ്പെടുത്തലാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനുള്ള ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തായ ദാനമാണ്, തൗഫീഖാണ്. ഈ ഇസ്തിർജാഇന്റെ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്, അത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒറ്റമൂലി മറുപടിയാണ്. ഇനി ആരുണ്ട്, ഇനി എന്തുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇസ്തിർജാ. ഒരു സുന്ദരമായ ഹദീസുണ്ട്, അത് മാത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം മനസ്സിലാകും. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയാണ് ഇത് റിവായത്ത് ചെയ്യുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അതാനി അബൂ സലമത യൗമൻ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാന്റെ സദസ്സിൽ നിന്ന് എന്റെ അടുക്കലേക്ക് അബൂ സലമ തിരിച്ചു വന്നു. എങ്ങനെയാണ് സഹാബത്ത് ദീൻ പഠിക്കുകയും തന്റെ കുടുംബത്തെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നത് എന്നതിന്റെ മാതൃകയും ഇവിടെ നമുക്ക് കാണാം. റസൂലുള്ളാന്റെ മജ്ലിസിൽ നിന്ന് തിരിച്ചു വരികയാണ് അബൂ സലമ. എന്നിട്ട് പറഞ്ഞു, ലഖദ് സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലൻ ഫസുറിർതു ബിഹി. ഇന്ന് ഞാൻ റസൂലുള്ളാന്റെ അടുക്കൽ നിന്നൊരു വാക്ക് കേട്ടു, എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആ സന്തോഷവുമായിട്ടാണ് വരുന്നത് തന്റെ ഇണക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ഖാൽ, റസൂലുള്ള പറഞ്ഞത് ഇതാണ്, ലാ യുസീബു അഹദൻ മിനൽ മുസ്ലിമീന മുസീബ ഫയസ്തർജി ഇൻദ മുസീബത്തിഹി. ഏതൊരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു ആപത്ത് ബാധിക്കുന്നു, എന്നിട്ട് ആപത്ത് ബാധിക്കുന്ന മുസീബത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവൻ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ ചെയ്യുന്നു. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി. അല്ലാഹുവേ, എനിക്ക് ബാധിച്ച ഈ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ. ആദ്യത്തേത്, ഒരു മുസ്ലിമിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ, അവന്റെ മനസ്സൊന്ന് വേദനിച്ചാൽ അള്ളാന്റെ അടുക്കൽ അത് പ്രതിഫലമാണ്. അവന്റെ കുറ്റങ്ങൾക്കുള്ള, അവന്റെ പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തവും കഫാറത്തുമാണ്. അതാണ് ആദ്യം അവൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുമ്മ ഉജ്റുനി ഫി മുസീബത്തി, എനിക്ക് ബാധിച്ച് മുസീബത്തിലുള്ള പ്രതിഫലം റബ്ബേ എനിക്ക് അവിടെ ഉറപ്പിക്കണേ. ആദ്യം കിട്ടേണ്ടത് അതാണ്. എന്നിട്ട് പറഞ്ഞു, വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം നൽകണേ. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, ഈ നഷ്ടങ്ങൾക്ക് എനിക്ക് അതിനേക്കാൾ നല്ലത് നീ പകരമായി തരണേ എന്നൊരാൾ പറഞ്ഞാൽ, അവിടെ പറയാൻ, അവിടെ ദുആ ചെയ്യാൻ സാധിച്ചാൽ, ഇല്ല ഫുഇല ദാലിക ബിഹി, അതവന് ലഭിക്കാതിരിക്കില്ല, അതവന് ലഭിക്കാതിരിക്കില്ല. ഖാലത്തു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫഹഫിൽതു ദാലിക മിൻഹു, അബൂ സലമയിൽ നിന്ന് കേട്ട് ഞാനത് ഹിഫ്ളാക്കി, ഉടനെ അത് പഠിച്ചു വെച്ചു. ഫലമ്മ തൂഫിയ അബൂ സലമ ഇസ്തർജഅത്, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ, തന്റെ ഭർത്താവ് മരിച്ചപ്പോ ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ, ഏത് മൊയിലേര് പഠിപ്പിച്ചു എന്നല്ല, ഭർത്താവ് പഠിപ്പിച്ച ദുആയാണ് അവർക്ക് ഓർമ്മ വന്നത്.
അങ്ങനെയാണ് അവർ ദീൻ പഠിച്ചിരുന്നത്, പ്രയോഗവൽക്കരിച്ചിരുന്നത്. ഫസ്തർജഅതു, അബൂ സലമ മരിച്ചപ്പോൾ ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. വഖുൽതു, എന്നിട്ട് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹു. അല്ലാഹുവേ, എനിക്ക് ബാധിച്ച മുസീബത്തിന് നീ പ്രതിഫലം നൽകുകയും അതിനേക്കാൾ നല്ലതെനിക്ക് പകരം നൽകുകയും ചെയ്യണേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ സുമ്മ റജഅതു ഇലാ നഫ്സി, അവരൊരു വാക്ക് പറയുക അതിന്റെ മഅന ശരിക്കും മനസ്സിലാക്കിയിട്ട, മഅന മനസ്സിലാക്കി ആലോചിച്ചപ്പോ ഉമ്മുസലമ ഒന്ന് പിന്നോട്ടൊന്ന് ആലോചിച്ചു. ഞാനൊന്ന് ആലോചിച്ചു. എന്താണ് ആലോചിച്ചത്? ഖുൽതു മിൻ ഐന ലീ ഖൈറുൻ മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ ഖൈറായ ഒരാൾ എനിക്കിനി എവിടുന്ന് കിട്ടാനാ? അതിനേക്കാൾ ഖൈറായ ഒരു മനുഷ്യനെ എനിക്കിനി എവിടെ പകരം കിട്ടാനാ എന്നൊന്ന് ആലോചിച്ചു. എന്നാലും റസൂലുള്ള പഠിപ്പിച്ച ദുആ അതിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ദുആ ചെയ്തു വെച്ചു. ഫലമ്മൻ ഖലത ഇദ്ദതി, എന്റെ ഇദ്ദ പൂർത്തിയായപ്പോൾ 4 മാസവും 10 ദിവസവും കഴിഞ്ഞു. അപ്പോഴതാ ഇസ്തഅദന അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള എന്റെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചു കൊണ്ടുവരുന്നു. വഅന അദ്ബുഗു ഇഹാബൻ ലീ, ഞാൻ എനിക്കുള്ള തോല് ഊറക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, തോലുണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫഗസൽതു യദയ്യ മിനൽ ഖറദ് വഅദിൻതു ലഹു, ഞാൻ ആ പുല്ലൊക്കെ കയ്യിൽ നിന്ന് കഴുകി എന്നിട്ട് റസൂലുള്ളാഹിക്ക് അനുവാദം കൊടുത്തു. ഫവളഅതു ലഹു ബിസാദത അദമിൻ ഹശുവ ലീഫുൻ, നല്ല ഒരു തലയിണ, തോലിന്റെ തലയിണ, അതിന്റെ ഉള്ളിൽ ലീഫാണ്, ഇലകളാണ്, പുല്ലുകളാണ്. ആ തലയിണ റസൂലുള്ളാഹിക്ക് കൈവെക്കാൻ വേണ്ടി കൊടുത്തു. വഅദിൻതു ലഹു ഫഖഅദ അലൈഹ, അങ്ങനെ റസൂലുള്ളാഹി അതിന്മേൽ ഇരുന്നു. ഫഖതബനി ഇലാ നഫ്സി, എന്നിട്ട് തനിക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി എന്നെ വിവാഹം ആലോചിച്ചു. റസൂലുള്ളാഹി എന്നെ വിവാഹം ആലോചിച്ചു. ഫലമ്മ ഫറഗ മിൻ മഖാലതിഹി, എന്ന റസൂലുള്ളാഹി വിവാഹാലോചനയുടെ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോ ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ ബി അല്ലാ തകൂന ബിക റഗ്ബതു ഫിയ്യ, എനിക്ക് താങ്കളെപ്പോലുള്ള ഒരാളെ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. വലാകിൻ ഇംറഅത്തുൻ ഫിയ്യ ഗൈറ, പക്ഷെ എനിക്കുള്ള ന്യൂനത എന്ന് പറഞ്ഞ എനിക്ക് വല്ലാത്ത ഈർഷ്യം വരും, ദേഷ്യം വരുന്നൊരു പെണ്ണാണ്. ഗൈറ ശദീദ, വല്ലാത്ത ദേഷ്യം വരാറുണ്ട്. ഫഅഖാഫു അൻ തറാ മിന്നി ശൈഅൻ യുഅദ്ദിബുനി അല്ലാഹു ബിഹി, ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ റസൂലുള്ളാഹിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് അല്ലാഹു എന്നെ ശിക്ഷിക്കുമെന്നാണ്, അതിന് കാരണമായേക്കുമെന്നാണ്. വാനംറഅത്തുൻ ഖദ് ദഖൽതു ഫിസ്സിൻ, മാത്രമല്ല എനിക്ക് പ്രായവും കുറയായി, ഞാൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. വാനദാതു ഇയാലിൻ, എനിക്ക് കുറെ മക്കളുമുണ്ട്. എല്ലാ മുടക്കുകളും പറഞ്ഞു നോക്കി. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ മാ ദക്കർതി മിനൽ ഗൈറ, എന്നാ നിനക്കുള്ള നീ പറഞ്ഞ ദേഷ്യം, ഫസൗഫ യുദ്ഹിബുഹു അല്ലാഹു അസ്സ വജൽ മിൻകി, അല്ലാഹു നിന്നിൽ നിന്ന് അത് നീക്കിക്കളഞ്ഞേക്കും, ഞാൻ അതിന് ദുആ ചെയ്യുന്നു പറഞ്ഞു. വഅമ്മാ മാ ദക്കർതി മിനസ്സിൻ, ഇനി നീ പറഞ്ഞ നിന്റെ പ്രായം, ഫഖദ് അസാബനി മിസ്ലുല്ലദി അസാബകി, നിനക്ക് സംഭവിച്ചതുപോലെ തന്നെ എനിക്കും ബാധിച്ചിട്ടുണ്ട്, എനിക്കും പ്രായമായിട്ടുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വഅമ്മാ മാ ദക്കർതി മിനൽ ഇയാൽ, ഇനി നീ പറഞ്ഞ നിന്റെ കുട്ടികളെന്ന് പറയുന്നത്, ഫഇന്നമാ ഇയാലുക ഇയാലി, ഞാൻ നിന്നെ വിവാഹം ചെയ്താൽ നിന്റെ കുട്ടികൾ എന്റെയും കൂടി കുട്ടികളാണ്. ഫഖാലത്ത്, ഉമ്മു സലമ പറയുന്നു, ഫഖദ് സല്ലംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു കൊടുത്തു. ഫതസവ്വജഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി അവരെ വിവാഹം കഴിച്ചു. ഫഖാലത്ത് ഉമ്മു സലമ, അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അബ്ദലനില്ലാഹു ബിഅബി സലമത ഖൈറൻ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സലമക്ക് പകരമായി അദ്ദേഹത്തെക്കാൾ ഉത്തമനായ റസൂലുള്ളാഹിയെ അല്ലാഹു എനിക്ക് നൽകുക തന്നെ ചെയ്തു. ആ ദുആ, അതിന്റെ പ്രതിഫലം, ദുനിയാവിൽ തന്നെ അതിന്റെ ഉത്തരം, അതാ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അനുഭവിച്ചത്, കണ്ടറിഞ്ഞത് അവരെടുത്തു പറയുകയാണ് ചെയ്യുന്നത്. വല്ലാത്ത ദുആയാണിത്. നമ്മളിത് ആകെ അന്വേഷിക്കുക, ആരെങ്കിലും മരിക്കണ നേരത്തെ ഏതെങ്കിലും പുസ്തകം കിട്ടുമെന്ന് നോക്കൂ. എവിടെയോ ഒരു പുസ്തകത്തിൽ എവിടെ ഒന്ന് വായിച്ചിട്ടുണ്ടല്ലോ എന്നാ. ജീവിതത്തിൽ ആവശ്യമുള്ളത് അതുമായിട്ട് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് വന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ തന്നെ പഠിച്ചു വെച്ചതാണ്. വേണ്ട സമയത്ത് അത് ദുആ ചെയ്തതാണ്. അതിന്റെ ഈമാനോട് കൂടി ആ ദുആ
അതിനുള്ള പ്രതിഫലം എങ്ങനെയാണ് കണ്ടതെന്ന് നോക്കൂ. സഹോദരങ്ങളെ, പരീക്ഷിക്കപ്പെടുന്ന ആളുകളോട് ഇതാണ് നമുക്ക് നൽകാനുള്ള വസിയ്യത്ത്. ഇനി പരീക്ഷിക്കുന്നവരെ കാണുന്നവരുണ്ട്, പല നിലക്ക് ആ രംഗങ്ങൾ വീക്ഷിക്കുന്നവരുണ്ട്. അത് വെറുമൊരു വാർത്തയായി സാധാരണ ജനങ്ങൾ വാർത്തക്കിടമാക്കി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു പോകുന്നത് പോലെ അല്ല നമുക്ക്. അർജുൻ കഴിഞ്ഞു, ഇനി വേറൊരു വാർത്ത. ആ ആദ്യത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത വന്നപ്പോ വാർത്തയല്ലാതായി മാറിയില്ലേ? ഇതേ ഉള്ളൂ നമുക്ക്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധിക്കാത്ത ഒരു വിപത്ത് മറ്റുള്ളവരിൽ ബാധിച്ച് കാണുമ്പോൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനുണ്ട്, അള്ളാഹുവിനോട് ആ മുസീബത്തിൽ നിന്ന് രക്ഷ തേടാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മുബ്തലൻ, പരീക്ഷിക്കപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ, ഫഖാൽ, എന്നിട്ട് അവൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നിന്നെ ബാധിച്ചതിൽ നിന്ന് എനിക്ക് ആഫിയത്ത് തന്ന അല്ലാഹുവിനാണ് മുഴുവൻ ഹംദുകളും. അവന്റെ പടപ്പുകളിൽ ധാരാളം ആളുകൾക്ക് കൊടുക്കാത്ത ഫള് അതെനിക്ക് നൽകിയല്ലോ എന്റെ റബ്ബ്. എനിക്ക് അല്ലാഹു ഫള് നൽകിയല്ലോ, ഔദാര്യം ചെയ്തല്ലോ. ഒരുപാട് പടപ്പുകൾക്ക് കിട്ടാത്ത ഔദാര്യം എനിക്ക് കിട്ടിയല്ലോ, അതിന് അല്ലാഹുവിനാണ് ഹംദ് എന്നൊരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ലം യുസിബുഹു ദാലിക്കൽ ബലാ, ആ പരീക്ഷണം അവന് ബാധിക്കില്ല. നമുക്കത് ബാധിക്കാതിരിക്കാൻ ഏതൊക്കെ റിപ്പോർട്ടുകൾ തേടാം, ഇനി എന്തൊക്കെ നമുക്ക് ഭൗതികമായി ചെയ്യാം, അത് ആലോചിക്കുന്നവർ ആലോചിച്ചോട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവാണ് നമുക്ക് സംരക്ഷണം നൽകേണ്ടത്. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ള വാക്കുകൾ അത് നമ്മൾ അറിയുകയും പറയുകയും ചെയ്തിരിക്കണം. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഈ ദുആ ഒരിക്കലും പറയാതെ വിട്ടിട്ടില്ല. രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ ആ സമയം, ഫജ്റിന്റെ നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുൻപാണ് ആ സമയം. അസറിന്റെ നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള വിശാലമായ സമയമാണ് വൈകുന്നേരം. ഈ രണ്ട് സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ ദുആ ചെയ്യാതെ പോയിട്ടില്ല. അല്പം ദീർഘമാണ് ആ ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. നമുക്ക് വേണ്ടതെല്ലാം അതിൽ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് അഫ്വാണ്, ആഫിയത്താണ്. ഈമാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിഅ്മത്ത് അതാണ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. എനിക്കൊരു ദുആ പഠിപ്പിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, നീ അല്ലാഹുവോട് ആഫിയത്ത് ചോദിച്ചു. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിലും ദുനിയാവിലും ശരീരത്തിലും സമ്പത്തിലും
കുടുംബത്തിലും സന്താനങ്ങളിലും എല്ലാത്തിലും ആഫിയത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആ ദുആ. അഫുവും ആഫിയത്തും. അഫുവ് ആഫിയത്തിന്റെ കൂടെ ഒന്നിച്ചു വരുമ്പോ പാപങ്ങൾക്കുള്ള പൊറുക്കലാണ് അഫുവ്. അള്ളാഹു എനിക്ക് പാപങ്ങൾ, എന്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണേ. കാരണം ദുനിയാവിൽ മുസീബത്തുകൾ ബാധിക്കുന്നത് പാപങ്ങൾ കൊണ്ടാണ്. അത് നീങ്ങിപ്പോകുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയാറുള്ളത് പോലെ ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നാൽ അതിന്റെ പാപം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ആഫിയത്ത് വേണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യവും, അതെല്ലാ നിലക്കും ആയുരാരോഗ്യ സൗഖ്യമെന്ന് നമ്മൾ പറയാറുണ്ടോ, അതാണ് ആഫിയത്ത്. എല്ലാ നിലക്കുമുള്ള സുഖം, സന്തോഷം, സമാധാനം. അത് ദീനിൽ ആഫിയത്താണ് ആദ്യം വേണ്ടത്. ദീനിൽ ശിർക്ക് വരാതെ. ശിർക്ക് വന്നാൽ അതാണ് ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ കുഴപ്പം. അതുപോലെ തന്നെ ബിദ്അത്തുകളും മഅസിയത്തുകളും ബാധിക്കാതെ ആഫിയത്ത് കിട്ടണം. അതിന് ഇൽമും അമലും വേണം. അതാണ് ആഫിയത്തിന്റെ ചോദ്യം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ. എന്റെ ദുനിയാവിന് വേണം. എന്റെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് എനിക്ക് ആഫിയത്ത് വേണം. എന്റെ അഹലിലും എന്റെ മാലിലും എന്റെ കുടുംബത്ത് ഫി അഹ്ലി എന്നുള്ളതിന് രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, എന്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും വിപത്തുകളിൽ നിന്നുള്ള സുരക്ഷിതത്വവും വേണം. കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഫിത്തനകളുണ്ട്, ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അതിൽ നിന്നും ആഫിയത്ത് വേണം. ഇത് രണ്ടും അതുകൊണ്ട് ഉദ്ദേശിക്കും. എന്റെ സമ്പത്തിന് വേണം. ഹറാമായതെന്റെ സമ്പത്തിൽ കൂടിക്കലരാതിരിക്കാൻ, അതാണ് ആദ്യത്തെ ആഫിയത്ത്. ഹലാൽ ഉണ്ടാകാനാണ്. എന്റെ സമ്പത്ത് നശിച്ചു പോകാതിരിക്കാൻ, അതുകൊണ്ട് എനിക്ക് പരീക്ഷണമാകാതിരിക്കാൻ, അതാണ് ആഫിയത്ത്. സമ്പത്തിൽ വേണം. ഇത് മുഴുവനും ചോദിക്കുന്ന ചോദ്യമാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തി. അല്ലാഹുവേ, എന്റെ നഗ്നതകൾ നീ മറക്കണേ. ഔറത്ത് രണ്ട് തരത്തിൽ ഔറത്തുണ്ട്, ഹെസ്സിയായതും മഅനവിയായതും. നോക്കിയാൽ കാണുന്ന ഔറത്ത് ആശയപരമായ ഹൃദയങ്ങളെ ബാധിക്കുന്ന ഔറത്ത്, കുറ്റങ്ങളും കുറവുകളും. എല്ലാ ഔറത്തിൽ നിന്നും റബ്ബേ എനിക്ക് നീ മറ തരണേ. അതൊരു മുഅ്മിന്റെ ചോദ്യമാണ്. തന്റെ ഔറത്ത് വെളിവാകാതിരിക്കുക എന്നുള്ളത് മുഅ്മിന് വലിയ വലിയ കാര്യമാണ്. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, അവരുടെ പേര് ആ ഹദീസിന്റെ റിവായത്തിന്റെ അവസാനത്തിൽ കാണാം, ഉമ്മു സുഫർ എന്നാണ് അവരെ പറ്റി പറഞ്ഞത്. ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ, എനിക്ക് എപ്പിലെപ്സി ബാധിക്കാറുണ്ട്, എന്നിട്ട് ഞാൻ ബോധമറ്റ് വീഴാറുണ്ട്, എന്റെ നഗ്നത വെളിവാകാറുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്കതുകൊണ്ട് സ്വർഗം കിട്ടും. രോഗത്തിന് ക്ഷമിച്ചാൽ അതുകൊണ്ട് സ്വർഗം കിട്ടും. വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു നിനക്കത് മാറ്റിത്തരും. ഏത് വേണം? എനിക്ക് സ്വർഗം മതി റസൂലേ. അതാണ് സഹാബത്ത്. ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട്, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോഴത്തേനും ആകെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരല്ല. അത് ക്ഷമിച്ചാൽ അതുകൊണ്ട് സ്വർഗം, അത് മതി എനിക്ക്. പക്ഷേ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ദുആ ചെയ്യണം റസൂലേ. റസൂലുള്ള ദുആ ചെയ്തു. പിന്നീട് അവരെ സംബന്ധിച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, റസൂലുള്ള മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവരെ സംബന്ധിച്ച് പറയുന്ന ആ റാവിമാര് പറയുന്നത് കാണാം. അവർക്ക് ആ രോഗം ബാധിക്കാറുണ്ട്. കഅബയുടെ അടുക്കൽ നിൽക്കുമ്പോൾ ബോധമറ്റ് വീഴാറുണ്ട്. പക്ഷേ കഅബയുടെ തണലിൽ, ആ മറയിൽ അവരുടെ നഗ്നത വെളിവാകാതെ മറ ലഭിക്കാറുണ്ടായിരുന്നു. പിന്നീട് അവരുടെ നഗ്നത വെളിവായിട്ടില്ല. നഗ്നത വെളിവാകാതിരിക്കുക എന്നുള്ളത് മുഅ്മിന്റെ വലിയ ഒരു ടാസ്കാണ്, അവന്റെ വലിയ ഒരു ആഗ്രഹവും പ്രതീക്ഷയുമാണ്. പൊക്കിളിന്റെയും മുട്ടിനെയും ഇടയിലുള്ളതാണ് ഒരു പുരുഷന്റെ ഖലീലായ ഔറത്ത് എന്ന് പറയും, തീരെ കാണാൻ പാടില്ലാത്ത ഔറത്ത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം മുഴുവൻ
എന്നുള്ളതാണ് അതിൽ റാജിഹായിട്ടുള്ള കൗല്. അല്ലെങ്കിൽ ഔറത്തിൽ നിന്ന് അവൾക്കുള്ളത് മുഖവും കൈയുമാണ്, സീനത്തിൽ അതും പെടും. അതുപോലും ഒരന്യ പുരുഷന്റെ മുന്നിൽ കാണരുത്, ഒരന്യ പുരുഷന്റെ മുന്നിൽ കാണരുത്. അതൊരു മുസ്ലിം സ്ത്രീയുടെ തേട്ടമാണ്. അതാണ് സഹാബിയാത്തിൽ നമ്മൾ കാണുന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ വേളയിൽ മല്ലന്മാരായ ആളുകളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അടിക്കുന്ന അടി അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ് റഹിമഹുല്ലാ അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, മുഴുവൻ ആമങ്ങൾ വെച്ചിട്ടുണ്ട്, ആ കൈകാലുകളെല്ലാം ബന്ധിച്ചിരിക്കുന്നിടത്ത് നിന്ന് അത് അഴിച്ചിട്ട് പിന്നെ അടിക്കാൻ വേണ്ടി പറയും. അടിച്ച് ബോധം കെട്ട് വീഴുമായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം അവിടെയുള്ള പാറാവുകാരോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു ചെറിയ ഒരു കീറക്കഷ്ണവും ഒരു കയറും ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ കഷ്ണം തന്റെ അരയിലുടുത്തു, ആ കയറുകൊണ്ട് ശരിക്കത് കെട്ടിയിട്ടു. എന്തിനാണത് ചെയ്തതെന്ന് വാപ്പ എന്നോട് പറഞ്ഞു തന്നു. എന്റെ ഔറത്ത് അടിച്ച് നിലത്ത് പതിക്കുമ്പോൾ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാനാണ്. അല്ലാഹു മുസ്തുർ ഔറാത്തി എന്നുള്ളത് ഒരു മുഅ്മിന്റെ ദുആയാണ്, രാവിലെയും വൈകുന്നേരവും. ആഫാൻ അല്ലാഹു വഇയ്യാക്കും. വആമിൻ റൗആത്തി, ഞാൻ പേടിക്കുന്ന പേടികൾ ഒരുപാടുണ്ട്. എന്റെ ഭയങ്ങൾ, നമ്മളൊക്കെ മനസ്സിൽ ഭീതി നിറച്ചു നിൽക്കുകയാണ്. സന്തോഷിച്ച് പെയ്ത മഴ ഒരൽപ്പം ഒന്ന് നീണ്ടു നിൽക്കുമ്പോ പേടിയായി. റൗഅത്താണ്, ഭയമാണ്, ഭീതിയാണ്. മലഞ്ചരിവുകളിൽ കുന്നുകളുടെ അടിയിൽ ഏറ്റവും നല്ല കൺകുളിർക്കുന്ന കാഴ്ചകളുമായി പുഴകളുടെയും അരുവികളുടെയും അടുക്കൽ താമസിക്കുകയും അവിടെ വിനോദങ്ങൾക്ക് പോവുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് ഭീതിയിലാണ്. ആമിൻ റൗആത്തി, എന്റെ ഭീതികളിൽ എനിക്ക് റബ്ബേ നീ നിർഭയത്വം നൽകണേ. അല്ലാഹുമ്മ ഹ്ഫളിനി, അല്ലാഹുവേ നീയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. എവിടെ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. അല്ലാഹുമ്മ ഹ്ഫളിനി മിൻ ബൈനി യദൈ, എന്റെ മുന്നിൽ നിന്ന് വരാവുന്നതിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണം. വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന് വരുന്നതിന്. വാൻ യമീനി വാൻ ശിമാലി, വലഭാഗത്തും ഇടഭാഗത്തു നിന്നും വരുന്നതിന്. വമിൻ ഫൗഖി, മുകളിൽ നിന്ന് വരുന്നതിന്. ഇത് മുഴുവനും കവറിംഗ് ഇല്ലാത്ത ഏരിയയാണ്. നമുക്കൊന്നുമില്ല, എവിടുന്ന് വന്നാലും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന ഏരിയയാണ്. ആ 5 സ്ഥലങ്ങളും പറഞ്ഞു. ആറാമത്തേത് വഅഊദു ബിഅളമതിക് അൻ ഉഗ്താല മിൻ തഹ്തി, പിന്നെ നമുക്ക് ആകെയുള്ള ഒരു കവറിംഗ് താഴ്ത്തുന്ന നിൽക്കുന്ന അവിടെ നിന്ന് പോയാലോ. വഅഊദു ബിഅളമതിക്, നിന്റെ അളമത്ത്, നിന്റെ മഹത്വം, നിന്റെ വലുപ്പം മുൻനിർത്തി റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അൻ ഉഗ്താല മിൻ തഹ്തി, ഞാൻ പോലും അറിയാതെ എന്റെ കീഴ്ഭാഗത്ത് നിന്ന് ശിക്ഷ വരുന്നതിൽ നിന്ന്, ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന്. ഖൗൽ എന്നുള്ള വാക്ക് അറിയാതെ പെട്ടെന്ന് അടിച്ചു പോകുന്നതിനാണ് പറയാ. നോക്ക് നിങ്ങൾ, എങ്ങനെയാണ് ആളുകൾ അതൊക്കെ വിവരിക്കുന്നത്. ഈ വാക്ക് അങ്ങനെ തന്നെ നമുക്ക് വർത്തമാന ലോകത്ത് കാണാം. എത്ര വലുതാണ് നമുക്ക് ഈ വാക്കിലേക്ക് അള്ളാഹിനോട് ഇത് ചോദിക്കുന്നതിലേക്കുള്ള ആവശ്യം എന്നുള്ളത് കാണാൻ കഴിയും. ഏത് സമയത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ദുആ ചെയ്തിരുന്നത്? ആ സമയത്ത് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ, ആ സമയത്ത് നമ്മൾ ഇന്ന് വേറുള്ള വിനോദങ്ങളിലും വർത്തമാനങ്ങളിലുമാണ്. രാവിലെ ആണെങ്കിൽ കിടന്നുറങ്ങും, വൈകുന്നേരം നമുക്ക് സമയം കിട്ടൂല. പലരും വന്നിട്ട് ചോദിക്കും, ഈ രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റ് അത് ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യമാണ്. ആ ചെറിയ ഒരു നേരം കൊണ്ട് എത്ര മിനിറ്റ് വേണം ഇതൊന്ന് ചൊല്ലി തീർക്കാൻ? മിനിറ്റ് വേണ്ട, അത്ര മതി. ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലാൻ നമ്മൾ എത്രമാത്രം ആവശ്യക്കാരെന്ന് ഓർക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരട്ടെ, അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم على الآكام والضراب والجبال وبطون الأودية ومنابت الشجر، اللهم حوالينا ولا علينا. بارك الله لنا ولكم في القرآن الكريم، ونفعنا وإياكم بما فيه من الآيات والذكر الحكيم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين.